അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും യൂട്യൂബിലോട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് കേട്ടോ. എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ വന്നിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു വീഡിയോ ഇടാത്തതിന്റെ റീസൺ എന്താണ്, ഇപ്പോൾ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ, ആക്റ്റീവ് അല്ലല്ലോ, ഇനാമിയുടെ വിശേഷം എന്തുണ്ട് എന്നൊക്കെ. ഇനാമിയുടെ വിശേഷം ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഇനാമിക്ക് ഇപ്പോൾ 9 മാസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പെണ്ണങ്ങ് വളർന്നു. ഇനി ഒരു 2 മാസവും കൂടെ കഴിഞ്ഞ് കിട്ടിയാൽ ആൾക്ക് 1 വയസ്സും ആകാൻ പോവുകയാണ് കേട്ടോ. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പാണ് പെണ്ണ് കയറി അങ്ങ് വളർന്നത്. അങ്ങനെ ഇനി പയ്യെ പയ്യെ വീഡിയോസിലൂടെ ഇനാമിയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ വന്നേക്കുന്നത് എങ്ങോട്ടാണെന്നല്ലേ, ഇതൊരു സേവ് ദ ഡേറ്റിന്റെ ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പൊ നമ്മുടെ ഫാമിലി തന്നെ ഒരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞൊരു ഹാങ് ഓവറിലാണ്. അപ്പൊ ആ പെണ്ണും ചെറുക്കനാണ് കേട്ടോ ഇത്. അവരുടെ കല്യാണത്തിന് മുമ്പുള്ള സേവ് ദ ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അക്കാഡമിയിലോട്ടായിരുന്നു കേട്ടോ നേരെ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരുടെ ഫോട്ടോഷൂട്ടും വീഡിയോസുകളും കാര്യങ്ങളും ഒക്കെ നല്ല തകൃതിയായിട്ട് നടപ്പുണ്ട്. നമുക്കിതിൽ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കാറ്റൊക്കെ കൊണ്ട് ദേ ഇവിടെ അങ്ങോട്ട് മാറി നിൽക്കാം. ഈ ഉച്ചവെയിലത്ത് ഇനാമിയെ പൊക്കിക്കൊണ്ട് വരണ്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇനാമിയെ കൊണ്ടുവരാൻ. അവൾ അവിടെ സേഫ് ആയിട്ട് ഉമ്മയുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അതുപോലെ അവളിപ്പോ എഴയാനും പിടിച്ചു നിൽക്കാനും ഒക്കെ തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് കണ്ണി കണ്ടതെല്ലാം എടുത്ത് വായിലിടലാണ് ഇപ്പൊ അവളുടെ ഹോബി. അതുകൊണ്ട് തന്നെ ഒരു ദിവസം അവളുടെ പുറകെ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ നടക്കുകയും വേണം. ഞാൻ പിന്നെ ജോലിയും വേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്ത് പോവുകയും വരികയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇനാമി കൂടുതലും ഉമ്മയുടെയിലാണ് കേട്ടോ. അങ്ങനെ നിന്ന് അവരുടെ റൊമാൻസ് കണ്ട് ഞങ്ങൾക്ക് ബോറടിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഇതേ കഫേന്റെ അകത്തോട്ട് കയറി ഫുഡ് എന്തെങ്കിലും ഓർഡർ ചെയ്യാന്ന് വിചാരിച്ച് ഫുഡ് ഓർഡർ ചെയ്ത് കൈ കിട്ടിയപ്പോഴത്തേക്കും അവരുടെ ഷൂട്ടും കാര്യങ്ങളും അവിടുത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ടാണ് കേട്ടോ പോണത്. മധുരത്തോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അവിടുന്ന് നമ്മൾ പിസ്സ ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും കഴിച്ചിരുന്നാല് ബാക്കി പരിപാടികൾ നടക്കത്തില്ല, ലൈറ്റ് പോയാൽ ബാക്കി ഫോട്ടോസുകളും കിട്ടത്തില്ല. അത് കാരണം നമ്മൾ അതും പാക്ക് ചെയ്ത് നേരെ പടിഞ്ഞാട്ട് പോയി. തെക്കും വടക്കും മാത്രം അറിയത്തില്ല, പടിഞ്ഞാറ് കടലുള്ളതുകൊണ്ട് പടിഞ്ഞാറ് ഏതാന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം കേട്ടോ. ഉച്ചക്കത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു 6-7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.